കണ്ടുപടിക്ക് പോയാന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ? ആ അതില് നിങ്ങള് ശ്രീജിത്ത് പണിക്കർ ഫോട്ടോ എല്ലാം വെച്ചിട്ട് എങ്ങനെ ശ്രീജിത്ത് പണിക്കർ ഫോട്ടോ വെച്ചിട്ട് ആ ആ, ഇതുപോലെ പറയാൻ മുസ്ലിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? മുസ്ലിങ്ങൾ തെറ്റ് ചെയ്താൽ ആരും എതിർക്കില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഉം, ഹിന്ദുക്കൾ അങ്ങനെയല്ല. ഉം, ഹിന്ദുക്കൾ എന്ത് തെറ്റ് ചെയ്താല് ഉം, ഹിന്ദുക്കളെല്ലാരും അതിനെ എതിർക്കും. ഉം. എന്നാലും മറ്റേ നിങ്ങളെ വർത്താനം. ഈ മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യാൻ പറ്റില്ല. പൊന്നും വില കൊടുത്താ കടപ്പുറത്ത് മീൻ കൊണ്ടിരുന്നു. ഇപ്പതേ ഡീസൽ അടിച്ച കാശ് നഷ്ടം. കുറെ ഉടായ്പ കാണിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളെപ്പോ ഹിന്ദുത്വവാദികൾ ഇങ്ങനെ വെളുപ്പിക്കുന്നുണ്ട്. കീരിക്കാരനെ താങ്ങി നടന്നവരല്ലേ ഇപ്പൊ പഠിച്ചോ? ഈ ചന്തയിൽ കീരിക്കാരനല്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടോ? അതും അവൻ പറഞ്ഞ കാശിന് ചോദിച്ചിട്ട് കൊടുക്കലില്ലേ? ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? തീവ്രവാദികളാണോ ഹമാസ്? ആര്? ഹമാസ് തീവ്രവാദികളാണോ? അല്ല അത് അനുഭവിക്കടാ. പട്ടാപ്പകൽ അസനക്കായി നടുറോഡിട്ട് വെട്ടിക്കൊന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനക്ക ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്കല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം പറയാ. അതിന് അല്ല, മുമ്പ് ഹമാസ് തീവ്രവാദിയാണോന്ന് പറഞ്ഞു, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ല ഇത് പറയാ ഫസ്റ്റ്. ഇത് ഹമാസ് പറഞ്ഞിട്ട് തീവ്രവാദിയാണോ അല്ലേ? അല്ല ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അത് പറയാ. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് ബാക്കി പറയാം. ആ. ഇതാണ് ലിറ്റ്മസ് ടെസ്റ്റ്. അല്ല ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇതാണ് മറ്റേത് പറയാം. ലിറ്റ്മസ്. ഇത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ല അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അത് പറ്റൂല. ഇത് അല്ല പറഞ്ഞാൽ ഞാനല്ലേ നിങ്ങളെ വിളിച്ചു. എന്റെ ഫോൺ നമ്പറിൽ വിളിക്കുമ്പോ ആരോട് സംസാരിക്കണം ഞാൻ തീരുമാനിക്കും. ഇവിടെ ഞാൻ അവിടെ വാങ്ങിച്ചോളാം. ഏത് പറ്റത്തുന്ന ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോണ വേണമെങ്കിൽ തമ്പിച്ചായ അയാൾ എന്റെ കടയിൽ നിന്ന് വാങ്ങാൻ വന്ന ആളാ. കീരിക്കാടൻ ജോസേട്ടന്റെ കടയാണിത്. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ നീ നിറച്ച് തിന്നില്ല. അല്ല അത് മര്യാദ അത് മര്യാദയാണ്. അല്ല ഇത് കോയ കോളിംഗ് ആണ്. ഇവിടെ വിളിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഇവിടെ ചോദ്യങ്ങൾ തിരിച്ചു വരും. അതിന് ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങൾ പറയൂ, ഹമാസ് തീവ്രവാദികളാണോ അല്ലേ? ചേട്ടാ അത് സൂക്കേട് വന്ന് ചത്ത പോത്താ. ഇങ്ങോട്ട് വന്നേ. ദേ നല്ല ഒന്നാന്തര ഇറച്ചി. ഇങ്ങോട്ട് വന്നേ. എത്രയിലും വേണം? ഇങ്ങോട്ട് വാ. ഹമാസ് ചെറുത്തുനിൽപ്പിനെ ഞാൻ പിൻവലിക്കുന്നു. പക്ഷെങ്കിൽ അവർ ചെയ്യുന്ന അക്രമങ്ങളെ പിന്തുണക്കുന്നില്ല. ഇത്ര ഞാനും പറഞ്ഞുള്ളൂ എന്റെ പൊന്നു കോയ. ഇത് കണ്ടില്ലേ? നിങ്ങള് കാര്യത്തോടെ എടുത്തപ്പോ നിങ്ങൾ ഹിന്ദുത്വവാദി എന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് ഒരു തീവ്രവാദി കൂട്ടത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത സാധാരണ വിശ്വാസിയല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഈ കച്ചവടം കൊണ്ട് നടക്കും. പണ്ടവും കൂടുതലും റോഡിൽ കിടക്കും. വണ്ടിക്ക് തീയും വെക്കും. കണ്ടു പഠിക്കുകോയ. അല്ല ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ വെറുതെ ചിരിച്ചു തള്ളിയിട്ടും കാര്യമൊന്നുമില്ല. തിരിച്ചു തള്ളും. അത് തന്നെയാണ് ഉണ്ടാവുക. കാരണം ഇത്രയേ ഉള്ളൂ നിങ്ങൾ. കുഴപ്പം നിങ്ങളുടെ കയ്യിലിരിപ്പ് ഇതാണ്. കാര്യങ്ങൾ പറയാൻ വെക്കുന്നില്ലല്ലോ നിങ്ങൾ. ഇതാണ് ഇപ്പൊ നിങ്ങൾ കാര്യങ്ങൾ പറയാണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കല്ലേ? കേൾക്കൂ. ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തി ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഇനേബിളർ ആണ്. അത് എനിക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അയാൾ പോലും ഈ പറയുന്ന സാധനത്തെ തള്ളി പറയുന്നു. എന്നാൽ കേൾക്കൂ, നിങ്ങൾ ഒരു ഹിന്ദുത്വ ഇനേബിളറെ പോലെ ഒരു ഇസ്ലാമിക തീവ്രവാദിയൊന്നും അല്ലല്ലോ, സാധാരണ വിശ്വാസിയല്ലേ? പക്ഷേ നിങ്ങൾ ഒരു തീവ്രവാദ കൂട്ടത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പൊ മനസ്സിലായോ? എടാ പട്ടികളെ, നിലയ്ക്ക് നിന്നില്ലെങ്കിൽ എല്ലാറ്റിനെയും വെട്ടി പോത്തിറച്ചിന്റെ കൂടെ വിൽക്കും. ഓർത്തോ?